മുൻമന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് മുമ്പ് ബാബുവിന്റെ പേരിലുള്ള ലോക്കർ കാലിയാക്കിയതായി ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ബാബുവിന്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിൽ നിന്നും സാധനങ്ങൾ എടുത്ത് തിരികെ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ മാസം 3-ന് ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് പരിശോധിക്കുന്നതിന് മുൻപായി ലോക്കറുകളിൽ നിന്നും സാധനങ്ങൾ മാറ്റിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാങ്കിലെ ലോക്കർ രേഖകളും CCTV ദൃശ്യങ്ങളും പിടിച്ചെടുത്ത് വിജിലൻസ് പരിശോധിച്ചത്. കഴിഞ്ഞ മാസം 10-ന് ലോക്കർ തുറന്നതായി ലോക്കർ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരിൽ നിന്നും പിടിച്ചെടുത്തത്. ബാബുവിൻ്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിനുള്ളിലുണ്ടായിരുന്ന വസ്തുക്കളുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബാങ്ക് കൗണ്ടറിന് സമീപമുള്ള ക്യാമറയിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ അവ്യക്തമായതിനാൽ മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലെ SBT ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തൃപ്പൂണിത്തുറയിലെ തന്നെ വടക്കേക്കോട്ട ജംഗ്ഷനിലെ SBI ശാഖയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 ശാഖകളിലും ഈ മാസം 3-ന് നടത്തിയ പരിശോധനകളിൽ ബാബുവിൻ്റെ ലോക്കറുകളിൽ നിന്നും കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലോക്കർ അവസാനമായി തുറന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ SIയെ ബൈക്കിടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ SI സതീഷ് കുമാറിനെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ICUവിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബൈക്ക് യാത്രികരായ ഷിബു മാർക്കോസിനും മുഹമ്മദ് നഫിക്കുമെതിരെ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് തിരുവല്ലം വാഴാമുട്ടത്ത് കൺട്രോൾ റൂം വെഹിക്കിളിലെ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ 2 പേർ പരിശോധനയ്ക്കായി ബൈക്ക് നിർത്താതെ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. KL01 BQ 7446 എന്ന ആഷിഖിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് എയർ ക്യാമ്പിലെ SI സതീഷ് കുമാറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. സതീഷ് കുമാറിനെ ഇടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് മറിഞ്ഞ് ബൈക്കിലുണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. SIക്ക് ഗുരുതര പരിക്കേറ്റത് ശ്രദ്ധയിൽപ്പെട്ട ബൈക്കിലെ യാത്രികർ ബൈക്കുമായി സ്ഥലം വിടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായി മനസ്സിലാക്കിയത്. വെട്ടുകാട് സ്വദേശിയായ 23 വയസ്സുള്ള ഷിബു മാർക്കോസാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഷിബുവിന് തലയ്ക്ക് പരിക്കേറ്റു. ബൈക്കിന് പുറകിലിരുന്ന വെട്ടുകാട് സ്വദേശി 20 വയസ്സുള്ള മുഹമ്മദ് നാഫിന് ഓർത്തോ വിഭാഗത്തിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി അവര് ഹാൻഡിൽ കയറി പിടിച്ചിട്ടാണ് വണ്ടിയുടെ ബാലൻസ് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ആ സൈഡിൽ കൂടെ ചുമ്മാ പോയാൽ എല്ലാവരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് ഒതുങ്ങി കൊടുത്ത് അപ്പോഴേക്കും ഞങ്ങൾ കണ്ടില്ല. 2 പേര് പെട്ടെന്ന് ചാടി കയറി വന്നിട്ട് വണ്ടി പോലീസുകാരൻ്റെ ദേഹത്തോട് വീണതല്ല. അയാൾ കടന്ന് പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അയാൾ പിടിച്ച ദിശയിലോട്ട് വണ്ടി തിരിഞ്ഞു. അങ്ങനെയാണ് വണ്ടി നേരെ അവരെ നേരെ പോയത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഹാൻഡിലിൽ കയറി പിടിച്ചപ്പോഴേക്കും വണ്ടി നേരെ അവരെ നേരെയായി. അതേസമയം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സതീഷ് കുമാറിനെ ബൈപ്പാസിന് സമീപം സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ICUയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ SIയെ ബൈക്കിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഷിബു, മുഹമ്മദ് നാഫി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 17 സൈനികർ തന്നെയെന്ന് പ്രതിരോധ മന്ത്രാലയം. 20 സൈനികർ എന്ന പ്രസ്താവന മന്ത്രാലയം തിരുത്തി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ സാർക്ക് ഉച്ചകോടി റദ്ദാക്കി. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം ഇപ്പോൾ വേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയും ഒപ്പം വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കാനും തീരുമാനിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ അടിയന്തര സൈനിക നടപടി വേണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ്, റോ, BSF, CRPF DGമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ സൈനിക കേന്ദ്രം സന്ദർശിച്ച പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ റിപ്പോർട്ട് കൈമാറി. പ്രാദേശികമായ സഹായങ്ങൾ ഭീകരർക്ക് ലഭിച്ചതായാണ് കണ്ടെത്തൽ. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര, പ്രതിരോധ, വിദേശകാര്യ, ധനകാര്യ മന്ത്രിമാരോട് ചർച്ച നടത്തി. NIയോട് ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും ഉടൻ പ്രത്യാക്രമണം നടത്തേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അതിർത്തിയിലെ ചെറിയ ആക്രമണങ്ങൾ പോലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കനത്ത ആക്രമണമായി മാറാനാണ് സാധ്യതയെന്ന് വിലയിരുത്തിയാണ് ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പകരം വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് തീരുമാനം.
UN ജനറൽ അസംബ്ലിയിൽ പാക് നിലപാടിലെ അമർഷം ഇന്ത്യ അറിയിക്കും. പഞ്ചാബ്, ഗുജറാത്ത് അതിർത്തി മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും കൂടുതൽ സൈനികരെ വിന്യസിക്കും. ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച 17 സൈനികർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ തന്നെ നിഷേധിച്ചു. കാശ്മീർ സംഘർഷം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണിതെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർത്താജ് അസീസ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിനു പിന്നിലും പാകിസ്ഥാൻ തന്നെയെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഭീകരർ ഉപയോഗിച്ച ആയുധങ്ങൾ പാക് നിർമ്മിതമെന്ന് കണ്ടെത്തി. ഭീകരർക്ക് പരിശീലനം ലഭിച്ചിരുന്നത് IS സഹായത്തോടെ പാകിസ്ഥാനിൽ എന്നും സൂചനയുണ്ട്. ഏത് ആക്രമണവും നേരിടാൻ സജ്ജരായിരിക്കാൻ സൈന്യത്തോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിലെ സൈനിക കേന്ദ്രത്തിലെ ചാവേർ ആക്രമണത്തിന് പിന്നിലും പാകിസ്ഥാൻ തന്നെയെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള കനാൽ മുറിച്ചുകടന്നും വേലി ചാടിക്കടന്നുമാണ് ഭീകരർ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചതെന്നാണ് സൈന്യം കരുതുന്നത്. ഇതിനായി പ്രാദേശികമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സൈന്യത്തിന് വിവരം ലഭിച്ചു. ചാവേറായി ആക്രമണത്തിനെത്തിയ 4 ഭീകരരും വിദേശികളാണ്. ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്ത അത്യാധുനിക ആയുധങ്ങൾ പാക് നിർമ്മിതമാണെന്നും കണ്ടെത്തി. 4 ഭീകരരും ജെയ്ഷെ മുഹമ്മദ് ഭീകരരെന്ന് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇവർക്ക് പരിശീലനം ലഭിച്ചതും പാകിസ്ഥാനിൽ തന്നെയെന്നാണ് സൂചന. IS സഹായവും ആക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. കാശ്മീരിൽ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ചിലരുടെ ശ്രമമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ആരോപിച്ചിരുന്നു. രാജ്യത്ത് സുപ്രധാന നഗരങ്ങളിലും ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സംയമനത്തിനുള്ള സമയം കഴിഞ്ഞെന്നും ഏത് ആക്രമണവും നേരിടാൻ സജ്ജരായിരിക്കാനുമാണ് സൈന്യത്തോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പച്ചക്കറി കൃഷിയിലൂടെ വിഷരഹിത വിപ്ലവം സൃഷ്ടിച്ച കൃഷിവകുപ്പ് നെല്ല് കർഷകർക്കിടയിലും ജൈവ കൃഷിക്കായുള്ള ബോധവൽക്കരണം ആരംഭിച്ചു. ഘട്ടം ഘട്ടമായി കർഷകരെ മാരകമായ കീടനാശിനി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് കൃഷിവകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് വിജയിച്ചതോടെയാണ് കൃഷിവകുപ്പ് വിഷരഹിത നെൽകൃഷി എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. ഇതിൻ്റെ ഭാഗമായി കർഷകരെ രാസകീടനാശിനികളിൽ നിന്നും ജൈവ കൃഷിയിലേക്കുള്ള പരിവർത്തനമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൃഷിവകുപ്പിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അബ്ദുൽ കരീം. ഘട്ടം ഘട്ടമായി മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കുട്ടനാട്ടിലെ കർഷകർ വിഷം ഉപയോഗിച്ച് ശീലിച്ചു പോയതിനാൽ നമ്മൾ സേർട്ട് വലി പോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കൊണ്ടുവന്ന പോലെ അവരെ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിഷവിമുക്ത പ്രദേശമായിട്ടുള്ള നടപടികളാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നത് നെൽകർഷകരാണ്. പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ഇതിൻ്റെ അമിത ഉപയോഗം മൂലം കർഷകർക്ക് തന്നെ മാരകമായ രോഗങ്ങൾ പിടിപെടുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ തന്നെ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ നിരോധിച്ചതും നിയന്ത്രണ വിധേയമായി മാത്രം ഉപയോഗിക്കേണ്ട കീടനാശിനികളെക്കുറിച്ചുള്ള അവബോധം കർഷകർക്കും കീടനാശിനി വ്യാപാരികൾക്കും ആദ്യഘട്ടത്തിൽ കൃഷിവകുപ്പ് വിശദീകരിക്കും. പിന്നെയും ഇത് ആവർത്തിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കും. ഭാവിയിൽ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടൊപ്പം വിഷരഹിത ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പരിസ്ഥിതി സംരക്ഷണ സന്ദേശമുയർത്തി പിണറായി പുഴയോര ടൂറിസം സമിതിയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും ജലോത്സവം സംഘടിപ്പിച്ചു. പുഴയും മത്സ്യസമ്പത്തും നാടിന്റെ സമ്പത്താണെന്ന സന്ദേശമുയർത്തുന്ന ജലോത്സവത്തിൽ 3 പഞ്ചായത്തുകളിൽ നിന്നുള്ള ജനങ്ങൾ നാടൻപാട്ടു മത്സരങ്ങളിലും തോണിതുഴയൽ മത്സരങ്ങളിലും പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് പിണറായിയിൽ ജലോത്സവം സംഘടിപ്പിച്ചത്. പുഴയും കണ്ടൽക്കാടുകളും മത്സ്യസമ്പത്തും നമ്മുടേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും പുഴയോര സംരക്ഷണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച ജലോത്സവത്തിൽ 3 പഞ്ചായത്തുകളിൽ നിന്നായി 12 ടീമുകളാണ് തുഴയൽ മത്സരത്തിൽ പങ്കെടുത്തത്. PC സത്യൻ നയിച്ച കമ്പൗണ്ടർ പീടിക സാമൂഹ്യ വിദ്യാഭ്യാസ കേന്ദ്രം തുഴയൽ മത്സര വിജയികൾക്കായി മുൻ കൺസ്യൂമർ ഫെഡ് ചെയർമാനായിരുന്ന V കരുണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ റോളിംഗ് ട്രോഫിക്ക് അർഹരായി. ആർപ്പുവിളികളും ആരവങ്ങളുമായി പുഴക്കരയിൽ എത്തിയ കാണികൾ ആവേശമായി.
മേലൂർ സുഗുണൻ മാസ്റ്റർ സ്മാരക ക്ലബ്ബും പാറപ്രം കൃഷ്ണപിള്ള സ്മാരക സ്പോർട്സ് ക്ലബ്ബും 2ഉം 3ഉം സ്ഥാനത്തെത്തി. പടന്നക്കര പുഴയോര വിശ്രമ കേന്ദ്രത്തിൽ പിണറായി കലാ സാംസ്കാരിക വേദി ഒരുക്കിയ ഗാനമേളയും നാടൻപാട്ടും കോൽക്കളിയും പൂരക്കളിയും മറഞ്ഞുപോകുന്ന നാടൻ കലകളുടെ തിരിച്ചുവരവ് വിളിച്ചോതി ജലോത്സവത്തിന് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.